നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഒരു മനുഷ്യായുസ്സിലെ സകല ഗ്രാഹ്യത്തിനും സകല ഗുണങ്ങൾക്കും കാരണഭൂതനാണ് സാക്ഷാൽ ആദിനാരായണൻ അഥവാ മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. സർവ സംരക്ഷണത്തിൻ്റെയും പ്രപഞ്ച നിയന്ത്രണത്തിൻ്റെയും സകല ഐശ്വര്യത്തിൻ്റെയും അധിപതിയാണ് മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. മനസ്സിൽ തട്ടി ഏത് ആപത്ഘട്ടത്തിൽ നിന്ന് വിളിച്ചാലും ഓടിയെത്തി നമ്മളെ സഹായിക്കുന്ന ദേവനാണ് സാക്ഷാൽ നാരായണൻ മഹാവിഷ്ണു ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉയർച്ചയും എല്ലാം വന്നു ചേരണമെങ്കിൽ മഹാവിഷ്ണു പ്രീതി ഏറ്റവും നിർബന്ധമാണ്. നമ്മളുടെ ജീവിതത്തിൽ നല്ല കാലം പിറക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു ഭഗവാൻ നമ്മളുടെ ജീവിതത്തിൽ പ്രസാദിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് 7 ലക്ഷണങ്ങളാണ്. എന്താണ് ഈ 7 ലക്ഷണങ്ങൾ? മഹാവിഷ്ണു ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദിച്ചാൽ, മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായാൽ ഈ ഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന 7 ലക്ഷണങ്ങളുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം ഈ 7 ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ നിങ്ങളുടെ ജീവിത വഴിയിലോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, വരും ദിവസങ്ങൾ ഐശ്വര്യത്തിൻ്റെതാണ്. നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ പിറക്കാൻ പോവുകയാണ്. ആ 7 ലക്ഷണങ്ങളെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. ഇത് മുഴുവൻ കേട്ടു നോക്കുക. ഈ 7ൽ എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നോക്കൂ. ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. എത്ര എണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടോ അത്രയും ഭാഗ്യം ചെയ്ത നല്ലവനായ അല്ലെങ്കിൽ ഐശ്വര്യം നിറഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഒരു വ്യക്തിക്ക്, നല്ല കാലം ആരംഭിക്കാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നിമിത്തമാണ്. അതെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഉറക്കത്തിൽ നല്ല ഗാഠനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഓടക്കുഴൽ നാദം കേട്ട് ഞെട്ടിയുണരും എന്നുള്ളതാണ്. ചിലപ്പോൾ അർദ്ധരാത്രിയിലായിരിക്കും, ചിലപ്പോൾ പകലുറക്ക സമയത്തായിരിക്കും. എന്തെന്നില്ലാത്ത കാതിന് ആനന്ദം നൽകുന്ന ഒരു സംഗീതം നിങ്ങൾ കേൾക്കും. പെട്ടെന്നായിരിക്കും നിങ്ങൾ ഉണരുന്നത്. എന്നാൽ ഉണരുമ്പോഴേക്കും ആ സംഗീതം നിലയ്ക്കുകയും നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ അങ്ങ് ഒരു സംഗീതമോ മറ്റു കാര്യങ്ങളോ വരാൻ യാതൊരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഇതൊന്നിൽ കൂടുതൽ തവണ നിങ്ങൾക്കുണ്ടാകാം. അങ്ങനെ ഒരു കോലക്കുഴൽ നാദം ഉറക്കത്തിൽ കേട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ എഴുന്നേൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭഗവത് സാന്നിധ്യത്തിൻ്റെ, ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ, ഭഗവാൻ തൊട്ടുണർത്തുന്നതിൻ്റെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ലക്ഷണം ഉണ്ടായിട്ടുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നല്ല ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരങ്ങളെ, അതുമല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വാഹനമായ ഗരുഡനെ, ഈ മൂന്നിലേതെങ്കിലും സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണെന്നാണ് അർത്ഥം. ഭഗവാന്റെ പല അവതാരങ്ങളുണ്ട്, പല രൂപങ്ങളുണ്ട്. അപ്പം അതിലേതെങ്കിലും ശ്രീകൃഷ്ണ അവതാരമാകാം, ശ്രീരാമ അവതാരമാകാം, നരസിംഹാവതാരമാകാം, ഏത് അവതാരമായിക്കൊള്ളട്ടെ, ഭഗവാന്റെ ഏതെങ്കിലും ഒരു രൂപം, നല്ലതോ ചീത്തയോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രനടയിൽ നിൽക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്, ഭഗവാന്റെ വാഹനമായ ഗരുഡനെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ, നല്ല കാലം പിറക്കാൻ പോകുന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ്. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഏറ്റവും ഐശ്വര്യത്തിൻ്റെ ലക്ഷണം, ഒരു വീട് രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ലക്ഷണം മറ്റൊന്നുമല്ല. നിങ്ങളുടെ വീടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിറയെ തുളസിച്ചെടികൾ ഒരു വനം പോലെ തളിർക്കുക, അല്ലെങ്കിൽ പൂത്തുലയുക, അല്ലെങ്കിൽ വളർന്നു വരിക എന്നുള്ളതാണ്, മുളച്ചു പൊങ്ങുക എന്നുള്ളതാണ്. ചില വീടുകളിൽ നമുക്ക് ചെന്ന് കയറുന്ന സമയത്ത് കാണാൻ സാധിക്കും, വീടിനെ ചുറ്റി അങ്ങ് തുളസി, ഒരു കാട് പോലെ, മണലുവാരിയിട്ട പോലെ തുളസി മുളച്ച് വളർന്നു വരിക എന്ന് പറയുന്നത്. ഒരുപാട് തുളസി തൈകൾ നിങ്ങളുടെ വീട്ടിലും പരിസരത്തും നിങ്ങൾ നടാതെ തന്നെ തനിയെ പൊട്ടിമുളയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവത് സാന്നിധ്യത്തിൻ്റെ ലക്ഷണമാണ്. ജീവിതം വെച്ചടി കുതിച്ചുയരാൻ പോവുകയാണ്.
ജീവിതം നന്നായി വരുന്നതാണ്. അമ്പലത്തിലേക്ക് കൊടുക്കണം നിർബന്ധമായിട്ടും. അങ്ങനെ തുളസി മുളച്ച് പൂത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അമ്പലത്തിൽ നിന്ന് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ സമർപ്പിക്കുകയോ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. തുളസിക്കതിര് നുള്ളി ഭഗവാന്റെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുക്കുന്നത് നിങ്ങളുടെ വീടിന് എല്ലാ ഉയർച്ചയും ഐശ്വര്യവും കൊണ്ടുവരും. അതുപോലെ ഇങ്ങനെ പൊട്ടി മുളച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ജലം കൊടുക്കണം. സന്ധ്യ ആവുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഒരു ഓസിട്ടോ മറ്റോ വെള്ളം ഒഴിച്ച് എപ്പോഴും അതിനെ പരിപാലിച്ച് നല്ല രീതിക്ക് നിർത്തണം. നിങ്ങളുടെ സൗഭാഗ്യ പെരുമഴയാണ് നിങ്ങൾ ആ തുളസിയായിട്ട് മുളച്ച് കാണുന്നത്. നന്നായി വരും ആ വീട്ടിലുള്ള എല്ലാവരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇങ്ങനെ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എത്ര ഭാഗ്യവാന്മാരുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് മൂന്നാമത്തെ ലക്ഷണം. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചും വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ മഹാവിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്ത് ആലില പൊഴിഞ്ഞു വീഴുക എന്നുള്ളതാണ്. ആലില അങ്ങനെ വന്ന് പൊഴിഞ്ഞു വന്ന് നിങ്ങളുടെ ദേഹത്ത് വീഴുന്നത് ഐശ്വര്യത്തിൻ്റെ നിമിത്തമാണ്. ഭഗവാന്റെ അനുഗ്രഹ വർഷത്തിൻ്റെ നിമിത്തമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് അപൂർവമായേ ഉണ്ടാകാറുള്ളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിൽക്കുന്ന ആൽമരത്തിൽ നിന്ന് ആലില പറന്നു വന്ന് നിങ്ങളുടെ തലയിലോ ദേഹത്തോ വന്ന് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ അത് ശുഭലക്ഷണമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ്. ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് തെച്ചി കാടേറി പൂക്കും എന്നുള്ളതാണ്. ഒരു വീടായിക്കഴിഞ്ഞാൽ വളർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചെടിയാണ് തെച്ചിപ്പൂവ് എന്ന് പറയുന്നത്. തെച്ചി കാടേറി പൂക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ വരവ വീട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളിലൊന്നാണ് തെച്ചിപ്പൂവ് എന്ന് പറയുന്നത്. തെച്ചി കാടേറിയ പോലെ പൂത്തു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഭഗവത് സാന്നിധ്യം, ഭഗവത് അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണത്. അടുത്ത ലക്ഷണം, ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്ത്, അത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമ്പോൾ ആവട്ടെ, വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആവട്ടെ, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കളഭ സുഗന്ധം കാറ്റിൽ അനുഭവപ്പെടുക എന്നുള്ളതാണ്. ഇത് അങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കളഭ സുഗന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ സാമീപ്യമാണ്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നന്നായി വരും എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇത് ചിലർക്ക് ഉണ്ടാകാറുണ്ട്. ഒരു തണുപ്പും ഒരു കുളിർമയും പെട്ടെന്ന് എങ്ങുന്നതെന്ന് അറിയാത്ത ഒരു കളഭ സുഗന്ധമൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഉപ്പൻ്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ വീടിനെ ഉപ്പൻ വലം വയ്ക്കും എന്നാണ് പറയുന്നത്. ഉപ്പൻ എന്ന് പറയുന്നത് ഈ ഒരു പക്ഷി നിങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് വീടിനെ വലം വെച്ച് നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2 or 3 തവണ നിങ്ങളുടെ വീടിനെ വലം വയ്ക്കും എന്നുള്ളതാണ് ഉപ്പൻ. ഉപ്പൻ അങ്ങനെ നിങ്ങളുടെ വീടിനെ വലം വെച്ച് നടക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഒരുപാട് സമയമെടുത്തായിരിക്കും ചിലപ്പം ഒരു വട്ടം പൂർത്തിയാക്കുന്നത്, പക്ഷേ അങ്ങനെ വലം വയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണം. ഒരിക്കലും ഉപ്പനെ ഓടിച്ച് കളയരുത്, ഉപ്പനെ പറത്തി വിടരുത്. ഉപ്പൻ വന്ന് അങ്ങനെ ഇരിക്കുന്നതും വീടിനെ ചുറ്റുന്നതും ഐശ്വര്യം വിളയാടുന്നതിൻ്റെ ലക്ഷണമാണ്. നന്നായി വരും എന്നുള്ളതാണ്. 7 ലക്ഷണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. നന്നായി വരും, എല്ലാ ഐശ്വര്യമായി വരും. ഈ ലക്ഷണങ്ങളുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. മഹാഭാഗ്യമാണ് അറിയാൻ കഴിയുന്നത് തന്നെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ നാരായണായ.